വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ട് വിത്ത് സതിജ. ഹിയർ വി വിൽ ഡിസ്കസ് ഓൾ അബൌട്ട് ആർട്ട്. ഞാൻ ആർട്ടിനെ കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നൊരു ചാനലാണ് കേട്ടോ ഇത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചായിരുന്നു കേട്ടോ. വിഷൻ ബോർഡിനെ കുറിച്ച് ഞാൻ ചെയ്തപ്പോൾ ഞാൻ പേഴ്സണലി ചെയ്ത ഒരു കാര്യം കൂടി ഇത്തവണത്തെ ഒരു വീഡിയോ പോലെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊരു ഡെമോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വിഷൻ ബോർഡ് ഞാൻ ചെയ്തിരുന്നു. അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡിന് വേണ്ടി ഞാൻ പിക്ചേഴ്സ് എങ്ങനെയാണ് അതിൽ നിന്ന് ഓരോന്നും പിൻട്രസ്റ്റ് വഴി എടുക്കുന്നതും പിന്നെ ക്യാൻവയിലേക്ക് മാറ്റിയിട്ട് അതെങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്നൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും വിശദമായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചത് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. ഞാൻ ചെറിയതായിട്ട്, അതായത് എല്ലാ വിഷൻസിൻ്റെയും കുഞ്ഞു കുഞ്ഞു പടങ്ങൾ കൂടി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു പേപ്പറിലേക്കാക്കി ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളുടെ ഗോൾസും എന്താ പറയുക, നമ്മുടെ വിഷസും ഗോൾസും ഒക്കെയുള്ള ചെറിയ ചെറിയ പടങ്ങൾ അത് വളരെ ചെറിയതായിട്ട് ഒരു A4 സൈസിൽ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു എന്താ പറയുക, നമ്മുടെ ഒരു ബുക്ക് മാർക്കിൻ്റെ പേജിൽ ലാസ്റ്റിലെ ഒരു വൈറ്റ് പേപ്പർ, ചാർട്ട് പേപ്പർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയൊരു ബുക്ക് മാർക്ക് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ എൻ്റെ വിഷൻ ബോർഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞു സാധനങ്ങളായിട്ട് ഞാനെടുത്ത എന്താ പറയുക, അതിൻ്റെ അകത്ത് അഫർമേഷൻസ് ഉണ്ട്, വിഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗോൾസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വിശദമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കുഞ്ഞു പടങ്ങൾ കൂടി എടുത്തിട്ട് ഞാൻ നമ്മുടെ ബുക്ക് മാർക്കിനകത്തേക്ക് പതുക്കെ എല്ലാ പോർഷൻസും ഞാൻ ഒട്ടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഒരുവിധം റീഡിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർക്ക് ഞാൻ വിഷൻ ബോർഡിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്കൊരു വിഷൻ ബോർഡിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ വിഷസ് കറക്റ്റായിട്ട് നമ്മുടെ വിഷൻ ബോർഡ് നമ്മുടെ ഗോളൊക്കെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ ഞാൻ വിഷൻ ബോർഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് നമ്മൾ ഓരോ പേജ് വീതം വായിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എന്താ പറയുക, ആ ബുക്ക് മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷൻ ബോർഡ് ബുക്ക് മാർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും വായിച്ച ശേഷം ഈ ബുക്ക് മാർക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷസ്, അതായത് നിങ്ങളുടെ വിഷ് കറക്റ്റായിട്ട് നിങ്ങളത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഫണ്ണി പാട്ട് എന്ന് വെച്ചാൽ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു അഫർമേഷൻസ് പോലെ റീഡിങ്ങിൻ്റെ അഫർമേഷൻസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ കണ്ടത് 1 more page എന്ന്. അപ്പോൾ അതെനിക്ക് ആക്ച്വലി കൊള്ളാൻ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡല്ല, നമ്മുടെ വിഷൻ ബോർഡ് ബുക്ക് മാർക്കിൽ ഞാനിങ്ങനെ 1 more page എന്നുകൂടി എഴുതി വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ റീഡിങ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1 more page എന്നുകൂടി കാണുമ്പോൾ നമ്മളെപ്പോഴും പറയില്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രൊക്രാസ്റ്റിനേഷനും മടിയുള്ള ആൾക്കാർക്ക് ആ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ നമ്മളത് ആലോചിച്ച് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തുടങ്ങാമെന്ന് പറയും. അതായത് ലേസിനെസ് ഉള്ള തോട്ട് വരുന്നതിന് ജസ്റ്റ് മുമ്പ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയെന്ന്. പക്ഷേ അപ്പോൾ ഈ 1 more page എന്നുള്ള അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ അഫർമേഷൻസ് കോട്ട്സ് ഉണ്ട്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.